എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മള് ഫതറശംസ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം എന്ന് പറയുന്ന ആയത്തിനെ വളരെ ചുരുക്കി പറയുണ്ടായി. ഇനി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ താഴെയുള്ള ആയത്ത് വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദുൻ വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാലി فكلبهم باسط ذراعيه بالوصيد لبطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. നമ്മൾ ഇതെല്ലാം തന്നെ എല്ലാ ആഴ്ചയും നമ്മൾ ഓതിപ്പോവാറുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ഒരു കഥ കേൾക്കുന്ന അല്ലെങ്കിൽ ലാഘവത്തോടു കൂടി നമ്മളിതെല്ലാം അങ്ങ് ഓതിപ്പോവുകയാണ് ചെയ്യാറ്. പക്ഷെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ട കുറെ സംഗതികളാണ്, ഭാഗങ്ങളാണ് ഇതിലൂടെ എല്ലാം അള്ളാഹു പരാമർശിക്കുന്നത്. ഇതിൽ നമ്മുടെ ജീവിതവുമായി എവിടൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കേണ്ടത്, നമ്മുടെ പരിസരങ്ങളുമായിട്ട് എവിടൊക്കെയാണ് ഇത് ബന്ധപ്പെടുന്നത് എന്നെല്ലാം തന്നെ നമ്മൾ ഗാഠമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഏതായാലും തഹ്സബുഹും ഐഖാലൻ, ഉണർന്നിരിക്കുന്നതായിട്ട് നിനക്ക് തോന്നും. വഹും റുഖൂദുൻ, എന്നാല് പിന്നെ അവര് ഉറങ്ങുന്നവരാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തൽ ശിമാലി, അവരല്ലാഹു നാം അവരെങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ നാം അവരെ എന്താക്കുന്നു. നുഖല്ലിബുഹും എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെങ്ങനെ മറിച്ചിടുന്നു. കൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദി, ആ ഗുഹാമുഖത്ത് അവരുടെ നായ അതിന്റെ രണ്ട് കാൽ നീട്ടി അത് കിടക്കുകയും ചെയ്യുന്നു. ലവിത്തലഅത അലൈഹിം, നമ്മളെങ്ങാനും നീ എങ്ങാനും അവരെ കണ്ടാൽ അല്ലെങ്കിൽ അവരിലേക്കൊന്ന് എത്തി നോക്കിയാൽ ലവല്ലൈത മിൻഹും ഫിറാറൻ, നീ അവരിൽ നിന്ന് ഓടി അകലും. വലമുലിത മിൻഹും റുബ്ബ, നിന്നിൽ പേടി നിറയുകയും ചെയ്യും. ഇതിന്റെ ഒരു മേൽപ്പരപ്പിലുള്ളൊരു വായനയാണിത്. ഇവിടെ അള്ളാഹു ഇവരുടെ ആദ്യ ഭാഗത്ത് ഇവർ നടത്തുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, എന്താണ് നമുക്കറിയാം. നമ്മള് മുകളിലുള്ള ആയത്തുകളിലും വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഇവർ അള്ളാഹുവിനോട് ഇവരുടെ ആദ്യ പ്രാർത്ഥന എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ വിശാലത നൽകുകയും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് നിന്റെ കാരുണ്യം മുഖാന്തരം ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ നീ പരിഹരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആമുഖ പ്രാർത്ഥന. അപ്പൊ അതിന്റെ ഭാഗമായി അള്ളാഹു അവർക്ക് ദീർഘമായ ഉറക്കം നൽകി ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം അവർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ അവരെ അള്ളാഹു ഏതെല്ലാം രൂപത്തിലാണ് സംരക്ഷിച്ചു പോരുന്നത് എന്ന് അള്ളാഹു ഓരോ ആയത്തിലൂടെയും വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇപ്പൊ സൂര്യന് വതറശംസ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം, അത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല് അവരുടെ ഗുഹാമുഖത്ത് നിന്ന് അത് വലത്തോട്ട് ചെരിഞ്ഞു പോകുന്നു, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് ചെരിയുന്നു എന്നിട്ട്. അത് കേട്ടപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് നമ്മൾ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹു ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു അതിൻ്റെതായിരിക്കുന്ന ജീവിത നിയമങ്ങളും ചലന നിയമങ്ങളും എല്ലാം തന്നെ അള്ളാഹു നിർണയിക്കുകയും പിന്നെ എങ്ങനെയാണ് ആ നിർണിത രേഖയിൽ നിന്നും ആ ചലന പാതയിൽ നിന്നും തെറ്റുന്നത് എന്നല്ല നമുക്ക് പെട്ടെന്ന് തോന്നിയില്ലേ. നമ്മൾ തോന്നി അവിടെ വരുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. എന്നാലും അള്ളാഹു അതിനേക്കാളും വേറൊരു അത്ഭുതം വീണ്ടും പറയണം. അള്ളാഹു തഹ്സബുഹും ഐഖാലൻ, അവര് ഉണർന്നിരിക്കുന്നത് പോലെ നിനക്ക് തോന്നും. വഹും റുഖൂദുൻ, എന്നാൽ അവർ ഉറങ്ങാണ്. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താണ്? അയാള് മിഴി ചിമ്മി കണ്ണടച്ച് അയാള് കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. എന്നാൽ ഇവിടെ അവർ കണ്ണടക്കുന്നേ ഇല്ല, കണ്ണ് എപ്പോഴും തുറന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ണ് തുറന്നിരിക്കുകയാണ്. ചില ആളുകൾ ഉണ്ടാവും ഉറങ്ങുന്ന സമയത്ത് കണ്ണിൽ ചെറിയ രൂപത്തിൽ ഇങ്ങനെ തുറന്ന് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇവര് പൂർണ്ണാർത്ഥത്തില് എത്ര ആളുകളുണ്ടോ അവരുടെ കൂട്ടത്തില് അവരെല്ലാവരും തന്നെ മിഴി പൂർണ്ണമായി തുറന്നു വെച്ച് കിടക്കുന്നത് പോലെയാണ് ഉള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മുടെ എല്ലാം ചിന്തകൾ പോയല്ലോ. അപ്പൊ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ ചലിക്കുന്നു, എന്നാൽ ഇവർക്ക് വേണ്ടി അത്
വഴിതെറ്റി മാറി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു 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 ചിന്താപരമായ ഒരു വൈകല്യമുണ്ട്. ഇതിൽ എങ്ങനെയാണ് സംഭവിക്കുക? അപ്പൊ നമ്മൾ എന്നിട്ടും ഇബ്നു മസൂദിന്റെ ഒരു ഒരു ഉദ്ധരണി നമ്മൾ അതിന്റെ ഉദ്ധരിച്ചു. ഒരു മേഘാവൃതമായ അന്തരീക്ഷം ആ സമയത്ത് രൂപപ്പെടുന്നു. അപ്പൊ മേഘം ആ സൂര്യരശ്മികളെ അവരുടെ ഗുഹാമുഖത്ത് നിന്നും മാറ്റുന്നു എന്നുള്ളൊരു തഫ്സീർ കൂടി പറഞ്ഞു. പക്ഷെ അത് അത്രമാത്രം മുഖവിലക്കെടുക്കേണ്ട ഒന്നല്ല എന്നും, എന്നാൽ അള്ളാഹുവിന് ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നതിലൂടെ അങ്ങനൊരു മേഘാവൃതമായിട്ടൊന്നുമല്ല ആ സൂര്യരശ്മികളെ അവരുടെ ഗുഹാമുഖത്ത് നിന്ന് മാറ്റിയത്. അള്ളാഹു അതിന്റെ ആ ചലന പാതയിൽ നിന്ന് അതിനെ തെറ്റിച്ചു കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോ നമുക്ക് അത്രത്തോളം ആ വിഷയം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ട് ഇതിൽ എങ്ങനെയെന്നുള്ളത്. അള്ളാഹു വീണ്ടും പറയാണ്, വതഹ്സബുഹും ഐഖാലൻ, നീ ധരിക്കും അവര് അവര് ഉറങ്ങുന്നവരാണെന്ന്, പക്ഷെ അവരുടെ മിഴി തുറന്നു കിടക്കുകയാണ്. അവർ ഉറങ്ങുന്നു, എന്നാൽ അവരുടെ മിഴിയെല്ലാം തുറന്നു കിടക്കുന്നു. വനുഖല്ലിബുഹും, അതോടെ അള്ളാഹു പറയാണ്, വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാലി, ഇടത്തോട്ടും വലത്തോട്ടും അള്ളാഹു അവരെങ്ങനെ മറിച്ചിടുകയാണ്. അപ്പൊ എന്തിനാണ് ഈ മറിച്ചിടുന്നത്? എത്ര നീണ്ട വർഷമാണ് അവര് ആ ഗുഹാമുഖത്ത് ഉറങ്ങുന്നത്, നീണ്ട വർഷം. അപ്പൊ ഒരു മനുഷ്യന് ഇവിടെ അള്ളാഹു ഒരു വലിയൊരു വിഷയം നമുക്ക് മുമ്പിൽ വെക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു 2 ഓ 3 അല്ലെങ്കിൽ 6 മാസങ്ങള് ഒരു മനുഷ്യന് അതേ കിടപ്പിൽ കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കും, സ്വാഭാവികമായിട്ടും മുറിവുകൾ സംഭവിക്കും. അപ്പൊ അതിന് അറബിയിൽ തന്നെ ഖുർഹത്തുൽ ഫിറാഷ് എന്ന് പറയും, കിടന്നിട്ട് ഇങ്ങനെ മുറിവ് വരുന്നതിന്. അപ്പോ അതിനെ തന്നെ അതുകൊണ്ട് രോഗിയായി കിടക്കുന്ന മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ ചെരിച്ചു കെടുത്തുമല്ലോ, ആ ശരീരത്തിന് പൊട്ടൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ 309 വർഷം കിടന്ന ഒരു മനുഷ്യരെ അള്ളാഹു എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഇവിടെ ഇടത്തോട്ടും വലത്തോട്ടും ചെരിച്ചിട്ട് അവരുടെ ശരീരത്തിന് ഒന്നും കേടുപാടുകൾ വരാത്ത രൂപത്തില് അള്ളാഹു അവരെ എങ്ങനെ സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്, ഗുഹാമുഖത്ത് അവരുടെ നായ അതിന്റെ കാലുകൾ നീട്ടിവെച്ചിരിക്കുകയും ചെയ്യുന്നു. പിന്നെ അവിടെ അള്ളാഹു പറയുന്നത് ലവിത്തലഅത അലൈഹിം, അവരൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാല് ലവല്ലൈത മിൻഹും ഫിറാറൻ, അവരിൽ നിന്ന് നമ്മൾ ഓടിയകലും. അപ്പോ വല മുലിത്ത മിൻഹും റുബ, നമ്മളിൽ പേടി നിറയുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ എന്താണ് അവരുടെ ആ ശരീരത്തിന് എന്തൊരവസ്ഥയാണ് അള്ളാഹു ആ സമയത്ത് നൽകിയത്? അപ്പൊ ആർക്കും അങ്ങോട്ട് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തെ, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പേടി നിറയുമാറുള്ള ഒരു ശാരീരിക അവസ്ഥ ആ സമയത്ത് അള്ളാഹു നിക്ഷേപിച്ചു എന്നാണ്. അപ്പൊ ഇവരുടെ പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയൊക്കെയാണ് അള്ളാഹു ഉത്തരം നൽകുന്നത്? അപ്പൊ ഇതിലെല്ലാം അടിസ്ഥാന കാരണം എന്താണ്? അവർ അള്ളാഹുവിൽ ഗാഢമായി വിശ്വസിച്ചു എന്നുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്, തൗഹീദിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് ഏത് തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ കഴിവുറ്റവനാണ് എന്ന വലിയ പാഠം ഇതിലൂടെ അള്ളാഹു നമുക്ക് മുമ്പിൽ നൽകുന്നുണ്ട്. അത് സൂര്യനോ ചന്ദ്രനോ മറ്റേതെങ്കിലും ഗോളങ്ങളോ നമ്മുടെ ശാരീരിക ഘടനയോ എന്തോ ആവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അഗ്നിയിലെറിയുന്നു, അഗ്നി ശാന്തമായി മാറുന്നു. അഗ്നിയുടെ സൃഷ്ടിപ്പ് അത് എന്തിനേയും കരിച്ചു കളയും എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം. എന്നാൽ ഇബ്രാഹിം നബിക്ക് അത് തണുപ്പും അനുഗ്രഹവുമായിട്ട് അള്ളാഹു മാറ്റിക്കൊടുക്കുന്നു. അപ്പോ മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ കണ്ണ് ചിമ്മി ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയും അവരുടെ മിഴി തുറന്നു വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ഒരു ശാരീരിക അവസ്ഥ അവരിൽ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചോടുന്ന രൂപത്തിലുള്ള ഒരു ശാരീരിക ഒരു മാറ്റം അള്ളാഹു അവരിൽ നൽകുന്നു. അപ്പോ ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾക്കും അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നത്? ഇവർക്ക് ഇവരുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം എത്രമാത്രം അഗാധമാണ്
എത്രമാത്രം മഹത്തരമാണ് എന്നുള്ള ഒന്നുകൂടി അള്ളാഹു തുറന്നു വെക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ഒരു സമൂഹം മുഴുവനും സത്യത്തിനും നീതിക്കും എതിർചേരിയിൽ നിൽക്കുകയും അവരോട് സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് അവസാനം അവരോടുള്ള മഹാകാരുണ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഹിദായത്തിനെ ഓർത്ത് വേദനിച്ചും അവര് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ഗുഹാമുഖത്ത് അഭയം തേടുമ്പോൾ അള്ളാഹുവിൽ ഉള്ള അവരുടെ അഗാധമായ ഗാഠമായ ആ വിശ്വാസത്തിന്, ആ തിരിച്ചറിവിന് അള്ളാഹു അവർക്ക് നൽകുന്ന മഹാസമ്മാനങ്ങളെയാണ് അള്ളാഹു എടുത്തു കാട്ടുന്നത്. അപ്പോ പ്രവാചകന്മാർക്ക് മാത്രമല്ല അള്ളാഹു മുഅ്ജിസത്തുകൾ നൽകുന്നത്, അതിനപ്പുറം അവരെ പിൻപറ്റിക്കൊണ്ട് ഈ സത്യത്തെ ജീവിതത്തിൽ ഏറ്റവും ഈ സത്യത്തെ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി അധർമ്മികളോട്, കുഫറിന്റെ ശക്തികളോട് നിലപാടുകൾ സ്വീകരിക്കുന്ന ആർക്കും, ഏതൊരു സമൂഹത്തിനും, ഏതൊരു കൂട്ടത്തിനും, ഏതൊരു വ്യക്തിക്കും അള്ളാഹു അവന്റെ മഹാകാരുണ്യവും മഹാസഹായവും നൽകുമെന്ന വലിയ പാഠം അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട്. അവിടെ വലിയ മുർഷിദ എന്നുള്ളതല്ല, അവിടെ അതിന്റെ മുമ്പത്തെ അതില് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വഴികേടിലാക്കും. അപ്പൊ അത് മനുഷ്യന്റെ ഫ്രീ വില്ല് തടയല്ലേ? പിന്നെ അവിടെ മുർഷിദിന്റെ ഒരു ആവശ്യം എന്താണ്? അതായത് എന്താ വെച്ചാല്, അതായത് അള്ളാഹു അങ്ങനെ പറയേണ്ടതുണ്ടല്ലോ. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ, അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ. എല്ലാ പ്രവർത്തികളെ കുറിച്ചും അള്ളാഹു അറിയും. അപ്പോ എല്ലാ വസ്തുവിനെ കുറിച്ചും അള്ളാഹു മുഹീത്തും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളെ പൂർണ്ണമായി വലയം ചെയ്തു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെന്താണ് പണ്ഡിതന്മാർ അർത്ഥം പറയുക? ഇൽമിഹി വ ഖുദ്റത്തിഹി എന്നല്ലേ. അള്ളാഹു ഒരു അടിമയെ വലയം ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാല് അവന്റെ ഇൽമു കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും അള്ളാഹു ഒരു അടിമയെ പൂർണ്ണമായി വലയം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എല്ലാം അറിയണം. പക്ഷേ അവിടെ മനുഷ്യരിൽ നിക്ഷേപിക്കുന്ന മറ്റു വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരിൽ നിക്ഷേപിക്കുന്ന റൂഹ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട് മനുഷ്യനിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും. അത് മനുഷ്യനിൽ പ്രവേശിക്കുന്നതോടുകൂടി അവന് ഫ്രീ വില്ല് നൽകപ്പെടുന്നു എന്നുള്ളതാണ്, ഇഖ്തിയാർ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിത് പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനെ അർത്ഥം പറയാന്നുള്ളതല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഇൽമ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെ നമ്മൾ ആ സമയത്ത് മനുഷ്യന് വിട്ടുകൊടുത്തിട്ട് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് നമ്മൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറച്ചു പിടിക്കുക എന്നുള്ളത് അത് ശരിയല്ലാത്തൊരു സംഗതി ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ അർത്ഥം പറഞ്ഞത്. പിന്നെന്താണ് ഹിദായത്ത് രണ്ട് തരത്തിലാണുള്ളത്. ഹിദായത്ത് ഒന്ന് ഹിദായത്തു ദലാലത്തി വ ഹിദായത്തുൽ ഹിബത്തി എന്നാണ് പണ്ഡിതന്മാർ അർത്ഥം പറയാ. ദലാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറെ തെളിവുകൾ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഖുർആന് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് മുഴുവനും ഖുർആൻ 3 കാര്യങ്ങളാണ് എടുത്തു പറയുക. ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ എന്ന് പറയും. അങ്ങനെ സമഅ, ബസ്വർ, അഫ്ഇദ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ 1 by 1 ആയിട്ട് പല ആയത്തുകളിൽ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വെറുതെ നിങ്ങൾക്ക് കണ്ണ് തന്നു, കേൾവി തന്നു, ഹൃദയം എന്ന് പറഞ്ഞ് നമ്മളത് കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറം എന്തുകൊണ്ട് ഇതിനെങ്ങനെ ഉദ്ധരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇനി കേൾവി തന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ബീജബിന്ദുവിൽ നിന്നോ ഉൽപ്പന്നമായ ആ വസ്തുവിന്റെ ഉള്ളിൽ കേൾവിയും കാഴ്ചയും അള്ളാഹു നിറച്ചു, എന്നിട്ട് നിങ്ങൾ പുതിയ സൃഷ്ടിയായി കൊണ്ടുവന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ എന്തിനാ കേൾവി? ആ കേൾവി നൽകി എന്നുള്ളത്, കാഴ്ച നൽകി എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഫ്രീ വില്ലിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ തന്നെ ഹൃദയം നൽകി, റൂഹിനെ നൽകി നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വെറുതെ ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ പറ്റില്ല. അതാണ് ഹിദായത്തു ദലാലത്തി. തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താക്കണം? നിങ്ങളുടെ മുമ്പിൽ വേറെ ഏതൊന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ പിറകിലുള്ള സൃഷ്ടിപ്പിന്റെ ആ വൈഭവങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിന്റെ സംവിധായകന്റെ മഹാകഴിവുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ചേരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മനുഷ്യനെ അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്?
അവിടെയാണ് പ്രശ്നം. അപ്പൊ സ്വന്തം ഉണ്ട് എന്ന് മറ്റൊന്നിനെ കുറിച്ച് അവന് പറയുമ്പോൾ അവന്റെ ആ ഫ്രീ വില്ല് ആ ഭാവത്തെ പ്രകടിപ്പിക്കുകയും അള്ളാഹുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം ആ ഭാവത്തെ അവൻ മറച്ചു പിടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു വസ്തു കാണുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാം, അത് കുടിക്കാൻ പറ്റും, കുടിക്കാൻ പാടില്ല, അത് ഭക്ഷിക്കാൻ പറ്റും, ഭക്ഷിക്കാൻ പാടില്ല, അത് ചെയ്യണം, ചെയ്യരുത്, ഇതെല്ലാം അവന് ബോധ്യമുണ്ട്. അപ്പോ ദലാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഹിദായത്തിന് നിർണയിച്ചത്. പിന്നെ അള്ളാഹു എന്താക്കും? ആ ദലാലത്തിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ എന്താക്കും? അവൻ അതിനെ ഉൾക്കൊള്ളുമ്പോൾ അവന്റെ ഹിദായത്തിൽ അള്ളാഹു കൂടുതൽ നൽകുന്ന വസാറത്തുഹും ഈമാന, അവർക്ക് ഈമാന അധികരിപ്പിച്ച് നൽകും. അതാണ് അള്ളാഹു എന്നുള്ളത്. അപ്പൊ അതിനാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും പറയുന്നിടത്ത് ഈ കേൾവിയും കാഴ്ചയും ഹൃദയവും പറയുന്നത് ഈ വിഷയത്തെ അള്ളാഹു ചേർത്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രപഞ്ചം നോക്കുന്നു, നിങ്ങൾ പലതും കേൾക്കുന്നു, കാണുക മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നു. അത് നിങ്ങളുടെ മനോബോധത്തിൽ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും സൃഷ്ടിക്കുന്നു മനുഷ്യരെ എന്നാണ് പറഞ്ഞത്. നന്ദി കാണിക്കുന്നത് വളരെ കുറവാണ്. നമ്മളിപ്പോ ഈ പറയുന്ന സംഗതികളെല്ലാം തന്നെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ദൈവം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ ശിർക്ക് ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ അതെല്ലാം അവരുടെ വെറും ഊഹങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് പിന്നീട് അള്ളാഹു അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്? അപ്പൊ ഫ്രീ വില്ല ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കൂലല്ലോ. അതിലൊരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാല് പടച്ച തമ്പുരാന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ ഇടപെടലിനെയും നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളുമായിട്ട് ഇങ്ങോട്ട് നമ്മളെ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ ഇൽമിനെയും കുദ്റത്തിനെയും നമ്മളുടെ കൊണ്ടുവരികയാണ്. അവിടെയാണ് ആ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ പടച്ചവനെ കുറിച്ച് ചർച്ച ചെയ്യൽ എങ്ങനെയാണ്? നമ്മൾ അനുഭവിക്കുന്ന ഒരിടത്ത് നിന്ന് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അള്ളാഹ് കണ്ണുണ്ട് വെച്ചാൽ ആ കണ്ണുണ്ട് തുറക്കാർ, അള്ളാഹ് കണ്ടു വെച്ചാൽ കണ്ണുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടുപോലല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകേണ്ടത്? അള്ളാഹു പിടിക്കുന്നു, അള്ളാഹു കാണുന്നു. നമ്മള് ആ രൂപത്തില് ലൈസക്ക മിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല. അപ്പൊ കണ്ണുള്ളവനോടെ അള്ളാഹു കാണുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് അവന് ഊഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഒരു സംഭവമാണ്. പിടിക്കുന്നവനോട് അള്ളാഹു പിടിക്കുന്നു, അള്ളാഹു അറിയുന്നു എന്നെല്ലാം പറഞ്ഞത് നമ്മളുമായി ചേർന്ന് നിന്ന് മനുഷ്യന്റെ അറിവിന്റെ മനുഷ്യന്റെ പരിധിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവനോടുള്ള കാരുണ്യപൂർവമായ അവനോടുള്ള സംസാരമാണ്. ഇപ്പൊ നമ്മളെ മനുഷ്യർക്കിടയിൽ തന്നെ ഇപ്പൊ ഒരു ശാസ്ത്ര കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ശാസ്ത്ര ലോകത്ത് സംഭാവനകൾ അർപ്പിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം തന്നെ ഇടയിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരവും ഒരു വിഷയത്തെക്കുറിച്ച് അവർ അവതരിപ്പിക്കുന്നത് നമ്മൾ പറയുന്ന പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണോ? ഇല്ല. അപ്പൊ ഒരു ശാസ്ത്ര ഗവേഷകന്മാരുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്നാല് നമുക്ക് അവിടെ ഒന്നും മനസ്സിലാവൂല. കാരണം അവർ ഉപയോഗിക്കുന്ന ടേംസ് എല്ലാം തന്നെ നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്തതേക്കാരം അവർ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സയൻസിൽ പഠിക്കുന്ന സമയത്ത് ചില വളരെ ഷോർട്ടായ വാക്കുകൊണ്ട് ചില സംഗതികളിൽ നമ്മളിങ്ങനെ പഠിച്ചു പോകും. പക്ഷെ നമുക്ക് തിരിയിൽ എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത് ഒന്ന് നമ്മളെ ഭാഷ അല്ല, പിന്നെ വേറൊരു ഭാഷയിലാണ് പഠിക്കുന്നത്. വേറൊരു ഭാഷയെ പഠിക്കുന്നത് തന്നെ ഒരു തെറ്റായ സംഗതിയാണെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനപ്പുറം അവര് ഉപയോഗിക്കുന്നത് വളരെ അതിന്റെ ഉള്ളിലുള്ളപ്പോ H2O എന്നൊരു കുട്ടി പഠിക്കുമ്പോൾ നമ്മളെല്ലാം എന്താണ് എച്ച്, എന്താണ് O, അത് എന്താണ് ടു, നമുക്കൊന്നും അറിയില്ലല്ലോ. കാരണം അവർ ഉപയോഗിക്കുന്ന വളരെ ഷോർട്ടായ ഒരു പ്രയോഗമാണ് അത്. ഇതുപോലെ ഇങ്ങനത്തെ ധാരാളം പ്രയോഗങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് തിരിയൂല. ആ സ്ഥാനത്ത് അത്രയും ഒരു വിഷയത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച് അതിനെ എങ്ങനെയാണോ അവർ അവതരിപ്പിക്കുന്ന അവരുടെ ഒരു രീതിശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫന്നും ഓരോ വിജ്ഞാന ശാഖയും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇസ്തിലാഹാത്ത് ഉണ്ട്. അപ്പൊ നമുക്കത് അറിയില്ല. അപ്പൊ ഓരോ വിജ്ഞാനങ്ങളുടെ വ്യത്യസ്ത തലങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പോ അള്ളാഹുവിന്റെ ജ്ഞാനവുമായിട്ട് അള്ളാഹുവിന്റെ കുദ്റത്തുമായിട്ട് തദ്ബീറലുമായിട്ട് നമ്മുടെ കാര്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് എങ്ങനെ തിരിയാ? കാരണം നമ്മൾ പരിമിതമായ ഒന്നിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സർവജ്ഞാനിയായ അള്ളാഹുവിന്റെ ഇൽമിനെ നമ്മൾ എന്താക്കാണ്, നമ്മുടെ ഇതുമായിട്ട് ചേർത്ത് വെക്കുന്നിടത്തുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ അള്ളാഹു സംസാരിക്കുമ്പോൾ നമുക്ക് അറിയുന്ന രൂപത്തിലാണ് സംസാരിക്കുക, നമുക്ക് തിരിയുന്ന രൂപത്തിലാണ് അള്ളാഹു ഇടപെടുക. ഒരാൾ കുട്ടികളോട് സംസാരിക്കണ എങ്ങനെ?
മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളോട് സംസാരിക്കുന്നത്? ഒരു അഗാധജ്ഞാനിയായ ഒരു പണ്ഡിതനെ അവരുടെ മുമ്പിലിരിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇതേപോലെ അള്ളാഹു അവന്റെ ഇൽമിനെ മനുഷ്യന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അവൻ അറിയുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു അറിവിലേക്ക്, നമ്മുടെ ഒരു ബോധത്തിലേക്ക് അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ അറിവിനെയും ബോധത്തിനെയും നമ്മൾ എന്താക്കാൻ പാടില്ല, അതിനെ താരതമ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എന്നാ പിന്നെ ഞാൻ കാഫിറാണെന്നുള്ള മുമ്പേ അള്ളാഹ്ക്ക് അറിയില്ലേ എന്നുള്ളതാണ്. പിന്നെ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? പിന്നെ ഞാൻ വഴിതെറ്റിപ്പോകുന്നുള്ളത് അള്ളാഹ്ക്ക് മുമ്പേ അറിയില്ലേ? ഇങ്ങനെയുമാണ് മനുഷ്യന്മാർ ചോദിക്കുക. അപ്പോ മനുഷ്യൻ എന്തുകൊണ്ട് തിന്മയെ മാത്രം കുറിച്ച് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷഅറാബിയുടെ ഉദ്ധരി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് എന്തുകൊണ്ട് മനുഷ്യൻ തിന്മയെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് സംസാരിക്കണു? അള്ളാഹു എന്നെ നന്മയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് മനുഷ്യൻ പറയുന്നില്ല? അങ്ങനെയാണ് ഇമാം ഷഅറാബി അതിനോട് ചോദിക്കുന്നത്. തിന്മയെ കുറിച്ച് എന്തുകൊണ്ട് മാത്രം പറയുന്നു? ദൈവം എന്നെ തിന്മയിലാക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ തിന്മയിൽ തന്നെയാണ് എന്ന് മനുഷ്യൻ പറയുമ്പോൾ അവരെന്തുകൊണ്ട് പറയുന്നില്ല? എന്നെ ദൈവം തമ്പുരാൻ നന്മയിലായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നന്മയ്ക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ അത് മനുഷ്യന്റെ ഒരു കിബറിന്റെ അടയാളമാണ്. അപ്പൊ അവന് ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ സംഭവം പറഞ്ഞു, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തി തന്നെ വേറൊരാൾ ആക്രമിക്കുമ്പോൾ അയാൾ തിരിച്ചെന്താക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നതാണ് വസ്തുതയെങ്കിൽ മറ്റൊരാളോട് അയാൾക്ക് പറയാൻ പറ്റണം, ഇത് പിന്നെ ദൈവം എന്നിൽ നിർണയിച്ച ഒന്നാണ് എന്ന് പറയാൻ പറ്റണം. നിന്നെ ഞാൻ ആക്രമിക്കുന്നത്, നിന്നെ പീഡിപ്പിക്കുന്നത് അത് എന്നിൽ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ച ഒന്നാണെന്ന്. പക്ഷെ അയാൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പൊ ഇയാൾക്കറിയാൻ അങ്ങനെ തല്ലാൻ പറ്റൂലെന്ന്. അങ്ങനെ വെറുതെ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പറ്റില്ല എന്നൊരാൾക്ക് അറിയും. അപ്പൊ മനുഷ്യനിൽ ഈ ബോധങ്ങളെല്ലാം തന്നെ നന്മ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞ അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനിൽ അള്ളാഹു നിക്ഷേപിക്കുന്നതാണ് തഖ്വയും അതുപോലെ തന്നെ ഫുജൂർ എന്നുള്ളതും. നന്മ തിന്മ എന്നുള്ളത് അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നിക്ഷേപിക്കുന്ന ഒന്നാണ്. അൽഹമഹാ ഫുജൂറഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ ആരാണോ ഉദ്ദീപിക്കുന്നത് അവൻ പിന്നെ വിജയിച്ചിരിക്കുന്നു. അത് അഫ്ലഹ വഖദ് ഖാബ മൻ ദസ്സാഹ. കണ്ടോ, അത് അവനിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനെ ആരാണോ, തിന്മയെ ആരാണോ പിൻപറ്റുന്നത് അവൻ പരാജയമടയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബോധത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിന്മ എന്നുള്ളത് നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ രണ്ട് സൃഷ്ടിപ്പുകളാണ്. നിങ്ങൾ തന്നെ അതിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ ആരാണോ നന്മയെ പിൻപറ്റുന്നത് അവൻ വിജയിക്കുന്നു, നിങ്ങളിൽ ആരാണോ തിന്മയെ പിൻപറ്റുന്നത് അവൻ പരാജയം അടയുന്നു. പിന്നെ അവന്റെ എല്ലാ അറിവുകളെയും എല്ലാം അറിയുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ സർവശക്തനായ സർവജ്ഞാനിയായ മഹാസൃഷ്ടാവ് അവനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതെല്ലാം അറിയുന്നു എന്ന് പറയുന്നതിൽ എന്തില്ല, വൈരുദ്ധ്യമൊന്നുമില്ല. കാരണം അറിയേണ്ടതുണ്ടല്ലോ. നമ്മൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഇൽമിനെ നമ്മുടെ ഇൽമിലേക്ക്, നമ്മുടെ ഒരു ബോധത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് സംസാരിക്കാൻ പാടില്ല. ഒന്നാമതാണ് അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോ ഇതൊന്നും നമ്മൾ അള്ളാഹു റഹ്മാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയും ഞാനും റഹ്മാനാണെന്ന്. നമ്മൾ റഹ്മാനാന്ന് പറയുന്നത് പോലെയാണോ അള്ളാഹു റഹ്മാനാണെന്ന് പറയുന്നത്? അല്ലല്ലോ. അവ അത്തരം ഒന്നിനെ നമ്മളുമായിട്ട് ചേർത്ത് വെക്കുമുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള. മാഷ് പറഞ്ഞ ഒരു സംഗതി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. കാരണം ഒറ്റൊരു ആയത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, എങ്ങനെയാണ് വിശദീകരിക്കല്ലേ വേണ്ടത്. അതിനപ്പുറം അള്ളാഹു പലതും പറഞ്ഞു പോകുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ പലയിടങ്ങളിൽ പല രൂപത്തിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഇങ്ങനെ തന്നെയാണെങ്കിൽ തന്നെ, ഈ പറയുന്നത് പോലെയാണെങ്കിൽ തന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ഏക മഹാശക്തി, ആ ശക്തിയുടെ ജ്ഞാനത്തെ നമ്മുടെ ജ്ഞാനവുമായിട്ട് ഒരിക്കലും ബന്ധിപ്പിച്ച് സംസാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് പടച്ചോനെ സൃഷ്ടിച്ചോനെ ആരാണ് എന്നുള്ളത്. നമ്മളൊരു സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് സൃഷ്ടാവിനെ കുറിച്ച് ആരും ചോദിക്കുന്നത്. കാരണം നമ്മൾ സൃഷ്ടിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, സൃഷ്ടാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബോധം എടുക്കുന്ന നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോ നമ്മൾ അള്ളാഹുവിന്റെ ആ ഇൽമിനെ നമ്മളിലേക്ക്, അതുകൊണ്ട് ഇപ്പോ ഇമാം ഷഅറാബി തന്നെ അള്ളാഹു നൂറു സമാവാതി വൽ അർള് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പ്രകാശത്തിന്റെ പ്രത്യേകതകൾ പിന്നെ പറയുന്നുണ്ട്. എന്താണ്
നമ്മൾ ധാരാളം പ്രകാശരശ്മികളെ കുറിച്ച് പഠിക്കുന്നവർ. അതുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് ബന്ധപ്പെടുന്ന ഒരു ഗാഠമായ ഒരു അവസ്ഥാവിശേഷത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന അള്ളാഹു നൂറാണെന്ന് പറഞ്ഞിട്ടാണ്. ആ നൂറിനെ തന്നെ അള്ളാഹു വീണ്ടും വിശദീകരിക്കുകയാണ്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർന്ന് പറഞ്ഞിട്ട് വെക്കല്ല ചെയ്യുന്നത്. അപ്പൊ മസലു നൂരിഹി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മനുഷ്യനെ അറിയുന്ന രൂപത്തിൽ വീണ്ടും ആ നൂറിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അത് തന്നെ അവന് ആ വിശദീകരണം തന്നെ പലപ്പോഴും തിരിയാതെ പോകുന്ന ആൾക്കാരുണ്ടല്ലേ. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹി മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് നിങ്ങൾ. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനെ വലയം ചെയ്യുമ്പോൾ അവന്റെ പ്രകാശം കൊണ്ട് അവന്റെ പൂർണ്ണമായിട്ട് അവൻ എന്താക്കുന്നു, അവന്റെ എല്ലാത്തിനെയും അവൻ അറിയുന്നു. പ്രകാശത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് ആ ഗാഠമായ അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയെന്നിട്ട് അറിയും. അതിന്റെ ഇടയിൽ മനുഷ്യന് നൽകുന്ന അള്ളാഹു അത് റൂഹ് നിക്ഷേപിച്ചു എന്നുള്ളതാണ് അവന്റെ ചിന്താപരമായ അവന് നൽകുന്ന ഒരു കഴിവ് എന്ന് പറയുന്നത്. അവന് റൂഹ് നിക്ഷേപിച്ചു എന്നുള്ളതാണ്. നമ്മളെ പോലെ കണ്ണില്ലേ, കേൾവിയില്ലേ, നമ്മളെ പോലെ ഹൃദയവും കൈകാലുകളുമുള്ള എത്രയോ ജീവികളില്ലേ, മനുഷ്യേതര ജീവികളില്ലേ. എന്തുകൊണ്ടാണ് അവരൊന്നും തന്നെ ഒരു ക്രിയാത്മകമായ നിർമ്മിതികൾ ഭൂമിയിൽ നടത്താത്തത്? അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാഹു ഹുവല്ലദീ അൻശഅകും വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അപ്പൊ സമീഅ ബസീർ എന്നതിനെ കൂടുതൽ പറയുന്നത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ അടയാളങ്ങളിലൂടെ അതിന്റെ സംവിധായകനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ കാഴ്ച നൽകിയിരിക്കുന്നതിനാണ് ലഹും ഖുലൂബുല്ല, കണ്ടങ്ങളെ ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹ. അവർക്ക് ഹൃദയം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്താക്കുന്നില്ല, കാര്യങ്ങളെ ആലോചിക്കുന്നില്ല, മനനം ചെയ്ത് പഠിക്കുന്നില്ല. ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന ബിഹ വലഹും ആദാനുല്ല യസ്മഊന ബിഹ. നമ്മൾ കേൾക്കണില്ലേ? അപ്പൊ ഈ അള്ളാഹു ഈ പറയുന്നത് എന്താണ്? അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എന്തിനെ കേൾക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വലഹും അഅ്യുനുല്ല യുബ്സിറൂന ബിഹ, അവർക്ക് കാഴ്ചയുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. അപ്പൊ അള്ളാഹു പറയുന്ന ഈ കേൾക്കാത്തതും അറിയാത്തതും ചിന്തിക്കാത്തതുമായ വിഷയം എന്താണ്? അപ്പൊ നേരത്തെ യൂസുഫ് അലി മാഷ് പറഞ്ഞതുപോലെ അള്ളാഹു ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ച് കാണുന്നില്ല എന്നാണ് പറയുന്നത്? അള്ളാഹു എന്തിനെ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്? എന്തിനെ കുറിച്ച് മനനം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സൃഷ്ടിച്ച ഈ വസ്തുക്കൾ ഉണ്ടല്ലോ, പിന്നെ അവർക്ക് കുറിച്ച് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് ഹിദായത്ത് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്. അത് ഈ ഭൂമിയിലേക്ക് എത്തുന്നതോടുകൂടി മനുഷ്യനിൽ റൂഹ് നിക്ഷേപിക്കുകയും, ആ റൂഹ് എന്ന് പറയുന്ന ഒരു വിഷയം വലിയ ഗൗരവത്തിലുള്ള ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം റൂഹ് നമ്മളിൽ നിക്ഷേപിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഫ്രീ വിൽ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ മനുഷ്യൻ ഭൂമിയിൽ വരുന്നു, അവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഈ നിർമ്മിതികളുടെ എല്ലാം തന്നെ ഒരു സംവിധായകനെ കുറിച്ച് ചിന്തകൾ കടന്നു പോകുന്നു. അപ്പൊ ആ സംവിധായകനെ തന്നിലേക്ക് നോക്കണം. നമ്മൾ പറഞ്ഞ ഹിദായത്തിന് 3 അടയാളുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ ഗാഠമായി നോക്കേണ്ടതുണ്ട്, സഹൂതം കേൾക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട് ഇതിനെ. രണ്ടാമത്തെ അടയാളം മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവി തന്നെയാണ് ഹിദായത്തിന് അവൻ അടയാളമാക്കി വെച്ചിരിക്കുന്നത്. അവൻ തന്നെയാണ് അവന്റെ ഹിദായത്തിന്റെ അടയാളം എന്നാ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ, മനുഷ്യ നീ നോക്കുന്നില്ലേ? നീ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് നോക്കണില്ലേ? ധാരാളം പറയുന്ന കൈഫ തക്ഫുറൂന ബില്ലാ, നീ എങ്ങനെയാണ് നിന്റെ നാഥനെ നിഷേധിക്കുക? കുൻതും അംവാതൻ, നീ ഭൂമിയിൽ ഇല്ലാത്തവനായിരുന്നു. ഫഅഹ്യാകും, ഇപ്പോഴാ നീ പുതിയ സൃഷ്ടിയായി നിൽക്കുന്നു. ഇനി സുമ്മ യുമീതുക്കും, നിന്നെ മരിപ്പിക്കും. അപ്പോ അവനെ കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള പാഠം അവന് തന്നെ നൽകുകയാണ്. അപ്പൊ അവൻ രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമത്തെ അടയാളം എന്താണ്? ഇതിനെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ വഹിയാണ്. ആ വഹീനെ തന്നെ വീണ്ടും ദൃഷ്ടാന്തമാക്കി വെക്കുകയാണ്. അപ്പൊ നമ്മുടെ ആയത്തുകൾ അവർക്ക് വന്നാൽ ആ ആയത്ത് തന്നെ മുബസ്സിറത്താണ്, അവരുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്, അവർക്ക് അങ്ങോട്ട് വെളിച്ചം നൽകുന്നതാണ്. അപ്പൊ അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന രൂപത്തിലുള്ള എല്ലാ നിർമ്മിതികളും അള്ളാഹു അവന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നാ എന്തുകൊണ്ടാണ് നിനക്ക് തിരിയാത്തത് എന്ന് ചോദിക്കാണ്. അപ്പൊ അതെല്ലാം പറയുമ്പോൾ അള്ളാഹ്ക്ക് നമ്മെക്കുറിച്ചും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ കുറിച്ചും നമ്മുടെ ഉയർച്ച താഴ്ചകളെ കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മൂവ്മെന്റ്സുകളെ കുറിച്ചും അള്ളാഹു നന്നായി അറിയുന്നവനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ അഗാധതയെ നമുക്ക് മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്.
ഇതുവരെ പറഞ്ഞു വന്ന വിഷയങ്ങളെ ഇനി മറ്റൊരു പിന്നെ ഒരു രൂപത്തിലേക്ക് ചർച്ചകൾ അള്ളാഹു പിന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തില് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമ്മള് അതിന്റെ ഓരോന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ഓരോ സംഗതികൾ നമ്മള് പിന്നെ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് നമുക്ക് പറയാം ഇൻഷാ അള്ളാഹ്. അതെല്ലാം നമുക്കും അത്തരം ജീവിത ചിന്തകളും നമ്മുടെ ഭൂമികയിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിലപാടുകളും എല്ലാം തന്നെ വ്യക്തമാക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇവരെല്ലാം തന്നെ അടയാളമാക്കി അള്ളാഹു നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാകുദറത്തിനെ തിരിച്ചറിയുവാൻ, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് മുകളിൽ അള്ളാഹു വർഷിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യ വർഷത്തെ നന്നായി ബോധ്യപ്പെടാനുള്ള കുറെ അടയാളങ്ങളാണ് ഇത്തരത്തിലുള്ളതെല്ലാം തന്നെ. നമ്മൾ നന്നായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.